നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ തിരുവിഴാങ്കുന്ന് CPAUP സ്കൂളിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് വായനക്കൂട്ടം പദ്ധതി നടത്തി. സ്കൂൾ തല വായനക്കൂട്ടം ഉദ്ഘാടനം സാഹിത്യകാരൻ വിനോദ് ചത്തല്ലൂർ നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാരംഗ കൺവീനർ ജയചന്ദ്രൻ ചത്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ TS ശ്രീവത്സൻ, മാനേജർ CP ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ പതിപ്പിൻ്റെ അക്ഷരജാലകം പ്രകാശനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കേശവൻ പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളെ വായനയിലേക്കും സർഗാത്മകമായ രചനയിലേക്കും എത്തിക്കുവാൻ ഉദ്ദേശിച്ചുള്ള ശില്പശാലയാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ്. ഏകദിന ശില്പശാലയിൽ 40-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സംസ്കൃത അധ്യാപകൻ ജയൻ ചാലിശ്ശേരി നന്ദിയും പറഞ്ഞു. അധ്യാപകരായ മണികണ്ഠൻ, ഫാത്തിമ, വിനീത എന്നിവർക്കൊപ്പം മറ്റു അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൂരമായി കാര്യങ്ങൾ ചൊല്ലി നോക്കി അല്ലേ? അപ്പോ ഒരു എഴുത്തിൽ നമ്മുടെ കഥ എഴുതുമ്പോഴായിക്കോട്ടെ, നമ്മുടെ അനുഭവപ്പെടുമ്പോഴായിക്കോട്ടെ, കവിത ആയിക്കോട്ടെ, ആസ്വാദത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്താ വിചാരിച്ചു ആ അനുഭവം നമുക്കറിയാം. തൊട്ടിലാട്ടുന്ന പോലെ കാറ്റ് വന്നിട്ട് ആ കിളിയെ ഇങ്ങനെ കുഞ്ഞിട്ട് ശ്രീധാരൻ കാറ്റ് അല്ലേ? ശ്രീധാരൻ കാറ്റ് സാധനം നമ്മൾ കണ്ടിട്ടേ ഇല്ല അല്ലേ? അത് ഇളം കാറ്റാണെന്ന് പറഞ്ഞത്. ഇളം കാറ്റാണെന്ന് പറഞ്ഞാൽ സുഖം. ശ്രീധാരൻ കാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടുപിടിച്ചു ആയി അല്ലേ? എന്തായാലും അർത്ഥം ശ്രീധാരൻ കാറ്റത്ത് അങ്ങനെ പറഞ്ഞാൽ കാറ്റത്ത് അങ്ങനെ ആടിക്കളിച്ചു എന്ന് കവി പറയാതെ പറഞ്ഞു അല്ലേ? ഇതാണ് എഴുത്തിന്റെ മായാജാലം അല്ലേ? മഴ, മഴ ഉണ്ട്, പിന്നെ വസന്തം ആയിക്കോട്ടെ, ഇടിമിന്നൽ ആയിക്കോട്ടെ, പിന്നെ വെയില്, പിന്നെ തണുപ്പ്, പിന്നെ മഞ്ഞ്, പിന്നെ ഇനി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രതികരണത്തിലേക്ക്. ബഡ്ഡിംഗ് റൈറ്റേഴ്സിൻ്റെ ശില്പശാല കുട്ടികൾക്ക് വളരെ വിജ്ഞാനപ്രദവും ഉപകാരപ്രദവുമായിരുന്നു. ക്ലാസ് നയിച്ചത് സാഹിത്യകാരൻ വിനോദ് ചത്തല്ലൂരായിരുന്നു. ഒരു കുട്ടികൾക്ക് കഥ എങ്ങനെ എഴുതാം, കവിത എങ്ങനെ എഴുതാം എന്നുള്ളൊരു അവബോധം വളർത്താൻ ഈ ശില്പശാല വളരെയധികം സഹായകമായി. ഒരു സാഹിത്യകാരനാവാനുള്ള അടിസ്ഥാന വിവരണങ്ങൾ കുട്ടികൾക്ക് ഈ ശില്പശാലയിൽ നിന്നും ലഭിച്ചു. The Budding Writers program organized by our school was an expansional initiative that left a lasting impression on all participants. Focused on Malayalam literature, particularly prose and poetry, the program succeeded in fostering a deeper appreciation for the richness and beauty of our native languages. It was not just an educational endeavor but also a celebration of creativity and expression. ഞങ്ങളുടെ വിദ്യാർത്ഥിയിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വിനോദ് സർ വന്നു. ഞങ്ങൾക്ക് കഥയും കവിതയും എങ്ങനെ എഴുതാമെന്ന് പഠിപ്പിച്ചു തന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിൽ നടന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്ന പരിപാടി ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് വളരെയധികം അർത്ഥപരമായ വാക്കുകളും പറഞ്ഞു തന്നു. കുഞ്ഞാന്റെ കുരുവി എന്ന കവിത വളരെ ഈണത്തിൽ ഞങ്ങൾക്ക് പാടിത്തരികയും ചെയ്തു. അതുമാത്രമല്ല, അതിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ ഈ ക്ലാസ് വളരെ ആസ്വദിച്ച് കേട്ടു. കവിതകൾ നല്ല രീതിയിൽ പാടിത്തരികയും ചെയ്തു. ഈ പരിപാടി നിർവഹിച്ചത് വിനോദ് ചത്തല്ലൂരാണ്. ഒരു കവിത എങ്ങനെ എഴുതാമെന്ന് ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു. ഒരു കഥ എങ്ങനെ എഴുതാമെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ ഒരു ക്യാമ്പ് ഞങ്ങൾക്ക് വളരെ അധികം അനുഭവമായിരുന്നു.
ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ് മണ്ണാർക്കാട് റോഡ് കരിങ്കല്ലത്താണി. പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇംപെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണിയിൽ. മൊബൈൽ 9526100066.